3, 2, 1, now, 1. നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ അഭിമാനകരമായ ഒരു നേട്ടം കൂടി കുറിക്കപ്പെട്ടിരിക്കുകയാണ്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പ് ഒഡീഷ തീരത്തെ ചാന്ദിപ്പൂരിൽ വെച്ച് വിജയകരമായി പരീക്ഷിച്ചു. ഭാരതത്തിന്റെ കരുത്ത് ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി വിളിച്ചോതുന്നതായിരുന്നു ഈ പരീക്ഷണം. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ച ഈ സംവിധാനം പൂർണ്ണമായും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമാണ്. എന്താണ് പിനാക്ക റോക്കറ്റ് സിസ്റ്റം? ശിവഭഗവാന്റെ വില്ലിൻ്റെ പേരാണ് പിനാക്ക. ആ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ശത്രുപാളയത്തിലേക്ക് മിന്നൽ വേഗത്തിൽ മരണം വിതയ്ക്കാൻ ഈ റോക്കറ്റുകൾക്ക് സാധിക്കും. വെറും 44 സെക്കൻഡുകൾക്കുള്ളിൽ 12 റോക്കറ്റുകൾ വരെ വിക്ഷേപിക്കാൻ ഒരു പിനാക്ക യൂണിറ്റിന് സാധിക്കും. അത്യാധുനിക ഗൈഡൻസ് സംവിധാനം ഉപയോഗിക്കുന്നതിനാൽ ലക്ഷ്യസ്ഥാനം ഒരിഞ്ച് പോലും തെറ്റാതെ തകർക്കാൻ ഇതിന് കഴിവുണ്ട്. പുതിയ പരീക്ഷണത്തിലൂടെ 75 മുതൽ 120 കിലോമീറ്റർ വരെയുള്ള ദൂരപരിധിയിലുള്ള ശത്രു ലക്ഷ്യങ്ങളെ തകർക്കാൻ ഇന്ത്യക്ക് ഇപ്പോൾ സാധിക്കും. മുൻപുണ്ടായിരുന്ന പതിപ്പുകളെ അപേക്ഷിച്ച് കൂടുതൽ ദൂരപരിധിയും കൃത്യതയുമാണ് പുതിയ പിനാക്ക റോക്കറ്റുകളുടെ പ്രത്യേകത. ഇത് ഇന്ത്യൻ പീരങ്കിപ്പടയുടെ കരുത്ത് ഇരട്ടിയാക്കും. അതിർത്തികളിൽ സൈനികർ നേരിട്ട് പോകാതെ തന്നെ ശത്രുവിൻ്റെ ബങ്കറുകളും കമാൻഡ് സെന്ററുകളും തകർക്കാൻ ഇതിലൂടെ സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധ ഇറക്കുമതി കുറയ്ക്കാനും സ്വന്തം സാങ്കേതിക വിദ്യയിൽ വിശ്വസിക്കാനും ഇത് ഇന്ത്യയെ പ്രാപ്തമാക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഈ പുതിയ സൈനിക നേട്ടം അയൽരാജ്യമായ പാകിസ്ഥാന് വലിയ രീതിയിലുള്ള പ്രതിരോധ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തുള്ള പാക് ഭീകരവാദ ക്യാമ്പുകളും ലോഞ്ച് പാഡുകളും അതിവേഗത്തിൽ തകർക്കാൻ പിനാക്കയ്ക്ക് കഴിയും. പഴയ പീരങ്കികളെപ്പോലെയല്ല ഇതിൻ്റെ വേഗത. പാകിസ്ഥാന്റെ റഡാർ സംവിധാനങ്ങൾക്ക് പോലും കണ്ടെത്താൻ പ്രയാസമാണ്. പാകിസ്ഥാന്റെ പക്കലുള്ള ചൈനീസ് നിർമ്മിത റോക്കറ്റ് സംവിധാനങ്ങളെക്കാൾ കൃത്യതയും പ്രഹരശേഷിയും പിനാക്കയ്ക്കുണ്ട്. യുദ്ധമുണ്ടായാൽ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളെ നിഷ്പ്രഭമാക്കാൻ ഇന്ത്യക്ക് ഇത് വലിയ മുൻതൂക്കം നൽകും. പിനാക്കയുടെ ദൂരപരിധി വർദ്ധിച്ചതോടെ അതിർത്തിയിൽ നിന്ന് കിലോമീറ്ററുകൾ ഉള്ളിലുള്ള പാകിസ്ഥാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ നേരിട്ടുള്ള ലക്ഷ്യപരിധിയിലാണ്. ഇത് പാക് സൈന്യത്തിനു മേൽ വലിയ മാനസിക സമ്മർദ്ദം ചെലുത്തും. ചുരുക്കത്തിൽ ഭാരതത്തിന്റെ സുരക്ഷാ കവചത്തിന് ഒരു പുതിയ പാളി കൂടി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ആധുനിക യുദ്ധമുറകളിൽ ഇന്ത്യയുടെ കൈകൾ കൂടുതൽ കരുത്തുറ്റതാകുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ പിനാക്ക പരീക്ഷണം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.